എന്തുകൊണ്ടാണ് ആ പേര് നിന്റേതിനേക്കാൾ മുഴങ്ങിക്കേൾക്കേണ്ടത്? ഒപ്പം എഴുതി നോക്കൂ, നിന്റേതും അതിനേക്കാൾ ഭംഗിയുള്ള പേരാണ്. ഉച്ചരിച്ചു നോക്കൂ, അതും ഒരുപോലെ നാവിലൊതുങ്ങും. തൂക്കി നോക്കൂ, അതിനും തുല്യകനമാണ്. മന്ത്രം ചൊല്ലി ആവാഹിച്ചു നോക്കൂ, സീസറെപ്പോലെ തന്നെ ബ്രൂട്ടസും ഒരു പ്രേതാത്മാവിനെ ഉണർത്തുക തന്നെ ചെയ്യും. റോമിന്റെ ഇരുണ്ട ഇടനാഴിയിൽ കത്തികൾ ഉറകളിൽ നിന്ന് ഉയരുന്നതിന് തൊട്ടു മുൻപ് ഒരു രഹസ്യപ്പകയുടെ വിറയാർന്ന സ്വരത്തിൽ കാഷ്യസ് ബ്രൂട്ടസിനോട് മന്ത്രിച്ചതാണിത്. അവൻ പറഞ്ഞത് തെറ്റായിരുന്നു, അതേസമയം തികച്ചും ശരിയുമായിരുന്നു. വാക്കുകൾക്കൊടുവിൽ ഒരു പേരെന്നത് വെറുമൊരു നിശ്വാസമല്ലേ? ചുണ്ടുകൾ ചേർത്ത് ഉച്ചരിച്ച് കാറ്റിൽ അലിഞ്ഞു പോകുന്ന കേവലം 4 മാത്രകൾ. എന്നാൽ ചിലപ്പോൾ അതൊരു പ്രപഞ്ചം തന്നെയാകുന്നു. 20 നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇല്ലാതായിപ്പോയ സിംഹാസനങ്ങളുടെ അവശിഷ്ടങ്ങളിൽ ലാറ്റിൻ്റെ ഒരക്ഷരം പോലും ഉച്ചരിക്കാത്ത മനുഷ്യരുടെ നാവുകളിൽ ആ നാമം ഇന്നും ജീവിക്കുന്നു. റോമുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഇലക്കറി സലാഡിന്റെ പാത്രത്തിൽ പോലും ആ പേര് തങ്ങി നിൽക്കുന്നു. കാലത്തിന്റെ നെഞ്ചിൽ ഒരൊറ്റ നാമം എങ്ങനെയാണ് മരിക്കാത്ത മുദ്രയായി മാറിയത് എന്നതിന്റെ ഇതിഹാസമാണിത്. നിയമസഭകളിൽ, കോടതികളിൽ, ക്ലാസ് മുറികളിൽ ക്രിസ്തുവിന് മുൻപ് 49-ാം ആണ്ടിലെ ആ ജനുവരി തണുപ്പിൽ ചരിത്രം അതിന്റെ ശ്വാസം അടക്കിപ്പിടിച്ചു നിന്ന ഒരു നിമിഷമുണ്ടായിരുന്നു. അത്രമേൽ പ്രശസ്തമാകാൻ മാത്രം വീതിയോ ആഴമോ ഉള്ള ഒരു നദിയായിരുന്നില്ല റൂബിക്കൺ. ഒരു മനുഷ്യന് തന്റെ അരപ്പട്ട പോലും നനയാതെ നടന്നു തീർക്കാവുന്ന ഒരൊഴുക്ക്. എന്നാൽ ആയുധമേന്തിയ ഒരു റോമൻ ജനറലിന് തന്റെ സൈന്യവുമായി ഇറ്റലിയുടെ മണ്ണിലേക്ക് കടക്കരുത് എന്ന വന്യമായ നിയമത്തിന്റെ അതിർവരമ്പായിരുന്നു ആ പുഴ. ആ അതിർത്തി മുറിച്ചു കടക്കുക എന്നാൽ അത് വെറുമൊരു അതിക്രമമല്ല, മറിച്ച് രാജ്യദ്രോഹവും യുദ്ധപ്രഖ്യാപനവുമായിരുന്നു. ഗായസ് ജൂലിയസ് സീസർ 9 വർഷങ്ങളാണ് ഗോളിൽ ചെലവഴിച്ചത്. അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളെ റോമിന്റെ പ്രവിശ്യകളാക്കി മാറ്റുന്നതിനൊപ്പം സ്വയം റിപ്പബ്ലിക്കിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനായി അവൻ രൂപാന്തരപ്പെടുകയായിരുന്നു. അവൻ ക്രൂരനായതുകൊണ്ടല്ല ജനങ്ങൾ അവനെ ഭയന്നത്, മറിച്ച് അവൻ അത്രമേൽ സ്നേഹിക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ്. ഒടുക്കമില്ലാത്ത പടയോട്ടങ്ങളിൽ സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച സൈനികർ അവനെ ആരാധിച്ചു. 10 ലക്ഷം മനുഷ്യരുടെ ജീവനെടുത്ത, അത്ര തന്നെ പേരെ അടിമകളാക്കിയ ആ യുദ്ധത്തിനൊടുവിൽ റോമിലെ പാവപ്പെട്ട ജനതയ്ക്കായി അവൻ തന്റെ സമ്പത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു. വിജയിക്കുന്ന പുരുഷന്മാരുടെ ചരിത്രത്തിന് പണ്ടേയുള്ള ആ ഒരു ബലഹീനത ഇവിടെയും ആവർത്തിക്കുകയായിരുന്നു. ജനപ്രീതിയുടെ ആ ഔന്നത്യത്തെ ഭയന്ന സെനറ്റ് സൈന്യത്തെ പിരിച്ചുവിട്ട് ഒരു സാധാരണ പൗരനായി റോമിലേക്ക് മടങ്ങാൻ സീസറോട് ഉത്തരവിട്ടു. അത് ശത്രുക്കളുടെ മുൻപിലേക്ക് ആയുധമില്ലാതെ നടന്നു പോകുന്നതിന് തുല്യമായിരുന്നു. സീസർ തെരഞ്ഞെടുത്തത് ആ പുഴയായിരുന്നു. ചരിത്രകാരനായ സ്യൂട്ടോണിയസ് എഴുതുന്നു, നദീതീരത്ത് നിൽക്കുമ്പോൾ തന്റെ തീരുമാനം വരുത്തിവെക്കാവുന്ന വിനാശത്തെക്കുറിച്ചോർത്ത് അവൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പിന്നീട് പകിടകൾ ഉരുണ്ടു കഴിഞ്ഞു എന്ന് മന്ത്രിച്ചുകൊണ്ട് അവൻ ആ ഒഴുക്കിലേക്ക് കാൽവെച്ചു. ചരിത്രത്തിൽ ഒരിക്കലും തിരുത്താനാകാത്ത തീരുമാനങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഇന്നും റൂബിക്കൺ കടക്കുക എന്ന് പറയാറുണ്ട്. റൂബിക്കൺ എവിടെയാണെന്ന് ഭൂപടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത മനുഷ്യർ ഇന്നും ആ വാക്ക് ആവർത്തിക്കുന്നു. ഭൂമിയിലെ ഋതുക്കൾക്കനുസരിച്ച് അവൻ കലണ്ടർ പരിഷ്കരിക്കുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിന്റെ അടിത്തറ ആ ജൂലിയൻ കലണ്ടറാണ്. കീഴടങ്ങിയ ശത്രുക്കളോട് അവൻ കാണിച്ച കാരുണ്യം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു. കാരണം ജീവൻ ഭിക്ഷയായി കിട്ടിയ ഒരുവൻ എക്കാലവും ആധിപത്യത്തിന് അടിമയായിരിക്കും. ഒടുവിൽ ക്രിസ്തുവിന് മുൻപ് 44 ഫെബ്രുവരിയിൽ അവൻ ആജീവനാന്ത സ്വേച്ഛാധിപതി എന്ന പദവി സ്വീകരിച്ചു. 1 മാസം തികയുന്നതിന് മുൻപ് ആ ചതിയുടെ കത്തികൾ ഇരുട്ടിൽ തിളങ്ങി. സ്യൂട്ടോണിയസിന്റെ കണക്കനുസരിച്ച് 23 വെട്ടുകളാണ് അവന്റെ ശരീരത്തിലേറ്റത്. എന്നാൽ അതിൽ ഒരൊറ്റ മുറിവ് മാത്രമായിരുന്നു മാരകം. ബാക്കി 22 പേരും ആ ശരീരത്തിൽ കത്തിയാഴ്ത്തിയത് ആ ചോരയുടെ പാപഭാരം പങ്കിടാൻ വേണ്ടി മാത്രമായിരുന്നു. മകനെപ്പോലെ സ്നേഹിച്ച ബ്രൂട്ടസ് കുത്തിയ മുറിവിന് ആഴമേറി. അതിനുശേഷം ചരിത്രത്തിൽ സീസറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അഗസ്റ്റസ്, തിബേരിയസ്, കാലിഗുല, ക്ലോഡിയസ്, നീറോ. റോം കത്തിയിരിയുമ്പോൾ നീറോ വീണ വായിച്ചു എന്ന കഥ ചരിത്രമായാലും ഐതിഹ്യമായാലും ആ ചോരയുടെ വംശം നീറോയോടെ അവസാനിച്ചു. പിന്നീട് ജർമ്മൻ ചക്രവർത്തിമാർ തങ്ങളെ കൈസർ എന്ന് വിളിച്ചപ്പോഴും റഷ്യൻ ഭരണാധികാരികൾ സാർ എന്ന പദവി സ്വീകരിച്ചപ്പോഴും അവർ കടമെടുത്തത് റോമിലെ ആ പഴയ കുടുംബ പേരായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രയോഗങ്ങൾ? സീസറുടെ ഭാര്യ സംശയങ്ങൾക്കതീതയായിരിക്കണം. ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർ തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, അവർ തെറ്റ് ചെയ്തു എന്നൊരു ധാരണ പോലും പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ ഇടവരരുത് എന്ന തത്വം. ലെക്സ് സിസേറിയ ജൂലിയൻ വംശവുമായി ബന്ധപ്പെട്ട പുരാതന റോമൻ നിയമങ്ങൾ. ഗർഭിണിയായ ഒരു സ്ത്രീ മരിച്ചാൽ കുട്ടിയെ രക്ഷിക്കാനായി ഉദരം ഉടൻ തന്നെ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റണമെന്ന ഈ നിയമം വ്യവസ്ഥ ചെയ്തിരുന്നു. നിയമപരമായ ഉദ്ഭവം. കലണ്ടർ പരിഷ്കരിച്ച ജൂലിയസ് സീസറുടെ ഓർമ്മയ്ക്കായി ക്വിന്റിലിയസ് എന്ന മാസം ജൂലൈ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു.
തൊട്ടടുത്ത മാസം അഗസ്റ്റസിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് എന്നും മാറ്റപ്പെട്ടു. 2000 വർഷങ്ങൾ എന്നത് ഒരു ചെറിയ കാലയളവല്ല. ഒരു ചെറിയ നദിയുടെ തീരത്ത് നിന്ന് തുടങ്ങിയ ആ 4 മാത്രകളുടെ യാത്ര ഇന്നും അവസാനിച്ചിട്ടില്ല. സാമ്രാജ്യങ്ങൾ തകർന്നു വീണു, റോം മണ്ണടിഞ്ഞു. പക്ഷേ ആ പേര് മാത്രം മരിച്ചിട്ടില്ല. ഏറ്റവും കാലമേ, നിനക്കും ആ പേരിന്റെ വശ്യതയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ.